പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോ ആയിട്ട് എത്താൻ പോവാണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങളുടെ നാവിൽ രസിപ്പിക്കാനും നിങ്ങൾ ചിന്തിപ്പിക്കാനും ഉത്തമമായിട്ടുള്ളൊരു വീഡിയോ. അതിന് മുമ്പായിട്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ചുമന്ന അക്ഷരത്തിൽ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ഞെക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ പണിപ്പുരയിലേക്ക് പോകാം. എന്താ ടേസ്റ്റിന് അറിയാം. ചക്കയ്ക്ക് നല്ലോണം വേവിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഉപ്പും മുളകും കാന്താരിയും ഒക്കെ ഇട്ട് നേരിട്ട് അങ്ങോട്ട് കപ്പയിലോട്ടൊക്കെ ഇട്ട് ഇളക്കി ഇന്ന് നോക്കിക്കേ, ഞാൻ തിന്നാണിക്കാം. എന്താ ടേസ്റ്റിന് അറിയാമോ? ചക്ക പറിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരു ചക്ക പറിക്കാമെന്ന് നോക്കട്ടെ. ചക്കയും കൊണ്ട് പല വിധത്തിലുള്ള ഗുണങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ചക്കനും മുറിക്കട്ടെ. ചക്കപ്പരിപാടി. വരിക്കച്ചക്കയാണ്. വരിക്കച്ചക്കയുടെ ഗുണം പലതാണ്. ചക്ക, ഇതാണ് ചക്ക. അത് ചക്ക അങ്ങോട്ട് പാകത്തിന് അങ്ങോട്ട് അരിഞ്ഞ് അതിനകത്ത് പാകത്തിന് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് പുഴുകിയെടുക്കണം. പുഴുകിയെടുത്തതിന് ശേഷം അതിനകത്ത് തേങ്ങ, വെളുത്തുള്ളി, കാന്താരി, ചെറിയ ജീരകം, മഞ്ഞപ്പൊടി, കറിവേപ്പില ഇട്ട് അരച്ച് പാകത്തിന് ഉപ്പും ഇട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി നല്ല അങ്ങോട്ട് സ്വയംഭനാണ് അങ്ങോട്ട് ചൂടോടെ അങ്ങോട്ട് കഴിക്കുക. നല്ലോണം പരുവത്തിന് കുഴച്ച് ഈ അരപ്പ് മുഴുവൻ ഈ ചക്കയിൽ അങ്ങോട്ട് പിടിക്കണം. പിടിച്ച് ചൂടോടെ അങ്ങോട്ട് കഴിക്കുക. അതുപോലെ തന്നെ ചക്ക ഷുഗറിന് ഏറ്റവും ഉത്തമമാണ്. ദിവസി ഓരോ ചക്ക വെച്ച് വേവിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ പമ്പ കിടക്കും. ചക്കയെ കൊണ്ട് ചക്ക നീളത്തിലരിഞ്ഞ്, പച്ചച്ചക്ക നീളത്തിലരിഞ്ഞ് അത് വറക്കുക. അത് ഇടിച്ചക്ക ഉണ്ടാക്കാം, ചക്ക അലുവ ഉണ്ടാക്കാം, ചക്ക തോരനുണ്ടാക്കാം. അങ്ങനെ പലവിധ വിഭവങ്ങൾ ഇന്നത് ഉണ്ടാക്കാം. പലവിധ ഗുണങ്ങളുമുണ്ട്. ഇനി ഇതുപോലുള്ള ഒരു വീഡിയോ വഴി ഞാൻ വരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ഞെക്കിയേക്കണേ. ഓക്കെ, ഗുഡ് ബൈ.